കുവൈറ്റിന്റെ തന്ത്രപ്രധാനമായ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും മന്ത്രാലയ സമുച്ചയങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ വൻ വ്യോമാക്രമണത്തെ പ്രതിരോധിച്ച് സേന 9 ബാലിസ്റ്റിക് മിസൈലുകളും 4 ക്രൂയിസ് മിസൈലുകളും 31 ഡ്രോണുകളുമാണ് അതിർത്തി കടക്കും മുൻപേ കുവൈറ്റ് സൈന്യം തകർത്തത്. 24 മണിക്കൂറിനിടെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടന്ന ആക്രമണങ്ങളെ കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന ശക്തമായി പ്രതിരോധിച്ചു. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും എവിടെയും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പെട്രോളിയം കോർപ്പറേഷൻ വക്താവ് ഹിഷാം അൽ റിഫായി നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഓയിൽ സെക്ടർ കോംപ്ലക്സ് കെട്ടിടത്തിനും അനുബന്ധ പ്രവർത്തന സൗകര്യങ്ങൾക്കും ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായും നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണതുമായി ബന്ധപ്പെട്ട 9 പരാതികൾ ലഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ നാസർ ബുസ്ലൈബ് പറഞ്ഞു. ആക്രമണം തുടങ്ങിയത് മുതൽ ഇതുവരെ ഇത്തരത്തിൽ 678 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുവൈറ്റ് വ്യോമ പ്രതിരോധ സേനയുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ വൻ ദുരന്തങ്ങൾ ഒഴിവാക്കിയത്. പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദൽ ഒദൈബി നൽകുന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 9 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 31 പൈലറ്റില്ലാ വിമാനങ്ങളും പ്രതിരോധ സേന കണ്ടെത്തി തകർത്തു. സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടെത്തിയ ഈ ശത്രു നീക്കങ്ങളെ ആകാശത്ത് വച്ച് തന്നെ നേരിടാൻ കുവൈറ്റിനായി. ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോകളോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രാലയങ്ങൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, കുവൈറ്റ്.